ഉദരാശയത്തിൽ ആമാശയത്തിന് പുറകിലായി കാണപ്പെടുന്ന അവയവമാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത് വഴി പാൻക്രിയാസ് ദഹന പ്രക്രിയയിൽ സഹായിക്കുന്നുണ്ടെന്ന കാര്യം കൂട്ടുകാർ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതുകൂടാതെ ഒരു അന്തഃസ്രാവി ഗ്രന്ഥിയായും ഇവ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നീ 2 ഹോർമോണുകളാണ് പാൻക്രിയാസ് സ്രവിപ്പിക്കുന്നത്. പാൻക്രിയാസിന്റെ സൂക്ഷ്മഘടന വീക്ഷിക്കൂ. ഇവയിലെ ഒരു കൂട്ടം കോശത്തെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ പ്രത്യേക കോശ സമൂഹത്തിൽ 2 തരം കോശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്: ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണല്ലോ. ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസ് രക്തത്തിൽ എത്തുന്നു. ഗ്ലൂക്കോസിനകത്ത് സംഭരിച്ചു വെച്ച ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണല്ലോ കോശശ്വസനം. കോശത്തിൽ വച്ച് ഓക്സിജന്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് വിഘടിക്കുകയും ഊർജം സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. കോശത്തിനകത്ത് വച്ചാണല്ലോ കോശശ്വസനം നടക്കുന്നത്. രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട ഗ്ലൂക്കോസ് എങ്ങനെയാണ് കോശത്തിനകത്ത് എത്തുന്നത്? ഗ്ലൂക്കോസിന് കടക്കാനായി കോശഭിത്തിയിൽ പ്രത്യേക വാതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ വാതിലുകൾ തുറന്നാൽ മാത്രമേ ഗ്ലൂക്കോസിന് കോശത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഈ വാതിലുകൾ തുറക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 100 മില്ലി ലിറ്ററിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെയാണ്. ഈ അളവിന്റെ പരിധി കൂടിയാൽ ബീറ്റ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉൽപാദനം കൂടുകയും ഗ്ലൂക്കോസ് കോശത്തിനകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു. കോശശ്വസനത്തിന് ശേഷവും അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ കരളിലും പേശികളിലും സംഭരിച്ചു വയ്ക്കുന്നു. ഗ്ലൂക്കോസ് തന്മാത്രകൾ കൂട്ടിച്ചേർത്ത് ഗ്ലൈക്കോജനാക്കി മാറ്റിയാണ് കരളിലും പേശികളിലും സംഭരിക്കുന്നത്. ഇതും ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനമാണ്. എങ്ങനെയാണ് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയായ പ്രമേഹത്തിൽ രോഗിക്ക് അമിതമായ വിശപ്പും ദാഹവും അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഇനി ചിന്തിച്ചു നോക്കൂ. അതെ, ഇൻസുലിന്റെ അഭാവത്തിൽ ഗ്ലൂക്കോസിന് കോശത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ വരുന്നു. തത്ഫലമായി കോശശ്വസനവും ഊർജം സ്വതന്ത്രമാക്കലും നടക്കാതെ വരുന്നു. അങ്ങനെ പ്രമേഹ രോഗിക്ക് അമിതമായ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നു. പാൻക്രിയാറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണല്ലോ ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിലെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ് ഗ്ലൂക്കഗോണിന്റെ പ്രവർത്തനം? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാതെ നോക്കുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം കാരണമാണല്ലോ. എന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കുറയുകയാണെങ്കിലോ? ഇത്തരം അവസ്ഥയിലാണ് ഗ്ലൂക്കഗോൺ രംഗത്തിറങ്ങുന്നത്. നേരത്തെ അധികമായ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജന്റെ രൂപത്തിൽ കരളിലും പേശികളിലും സൂക്ഷിച്ചിരുന്നത് ഓർക്കുന്നില്ലേ? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോണിന്റെ സഹായത്തോടെ ഈ ഗ്ലൈക്കജൻ തന്മാത്ര വിഘടിക്കുകയും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഗ്ലൈക്കജൻ സഹായിക്കുന്നു. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെയാണ് സ്ഥിരമായി നിലനിർത്തുന്നത് എന്ന് ശ്രദ്ധിക്കൂ. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ
ഇൻസുലിൻ ഉൽപാദനം കൂടുന്നു. ഇൻസുലിൻ അധികമായ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഗ്ലൈക്കജനാക്കി മാറ്റി കരളിലും പേശികളിലും സംഭരിച്ചു വയ്ക്കുന്നു. ഈ അവസ്ഥയിൽ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കുറയുന്നു. നേരെ മറിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കൂടുകയും നേരത്തെ കരളിലും പേശികളിലും സംഭരിച്ചു വെച്ച ഗ്ലൈക്കജനെ വിഘടിച്ച് ഗ്ലൂക്കോസ് തന്മാത്രകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നു. ഇത്തരത്തിൽ ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സമസ്ഥിതി പാലിക്കപ്പെടുന്നത്.